ഞാനിപ്പോൾ അമ്മയിലൊരു മെമ്പർ അല്ല. സോ ഐ തിങ്ക് വേറെ നമുക്ക് അതിന് ഒരു സാഹചര്യം വരുമ്പോൾ സംസാരിക്കാം. മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ഭരണസമിതി അംഗങ്ങളുടെ കൂട്ടരാജിക്ക് പിന്നാലെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് നടി അൻസിബ ഹസൻ. തനിക്ക് നീതി കിട്ടിയെന്നും അമ്മ ജനറൽ ബോഡി യോഗത്തിൽ നടന്നത് ചരിത്രമാണെന്നും താരം വ്യക്തമാക്കി. ഇപ്പോൾ തനിക്ക് കുറച്ചെങ്കിലും നീതി കിട്ടിയെന്ന് കരുതുന്നു അൻസിബ പറഞ്ഞു. എല്ലാ അംഗങ്ങൾക്കും കൃത്യമായി അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ സാധിച്ചെന്നും താൻ മുമ്പ് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ ജനറൽ ബോഡിയിൽ കൃത്യമായി സംസാരിക്കാൻ പറ്റിയെന്നും താരം വ്യക്തമാക്കി. ഭരണസമിതി രാജിവെച്ചതിൽ അൻസിബ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. നീതി ലഭിക്കാൻ താൻ ഇനിയും മുന്നോട്ടു പോകുമെന്നും അൻസിബ വ്യക്തമാക്കി. താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 32 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അമ്മയിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. ഭരണസമിതിക്ക് കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ ജനറൽ ബോഡിയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് തവണ കമ്മിറ്റി അംഗങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് 45 ദിവസം തരാമോ, ഒരവസരം കൂടി തരാമോ എന്നൊക്കെ. എന്ത് ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അത്. പക്ഷേ ആ ചോദ്യങ്ങളൊന്നും ജനറൽ ബോഡിയിൽ വിലപോയില്ലെന്നതാണ് സത്യം. വരവ് ചെലവ് കണക്കുകളുടെ കൃത്യത കുറവ് തന്നെയാണ് പ്രധാന പ്രശ്നമായി നിലനിന്നത്. മീനാക്കുറുപ്പ് ചേച്ചിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ഉന്നയിച്ച കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ജനറൽ ബോഡിയിൽ പറയാൻ പറ്റി. ഉച്ചയ്ക്ക് ശേഷം അവസരം കിട്ടിയത്, അതും ചോദിച്ച് വാങ്ങിച്ചതാണ്. അതിന് അമ്മയിലെ ഓരോ അംഗങ്ങളോടും ഞാൻ നന്ദി പറയുകയാണ്, എനിക്ക് അങ്ങനെ ഒരവസരം ഉണ്ടാക്കി തന്നതിന്. കാരണം ഉച്ചവരെ എനിക്ക് ഒരവസരം തരാൻ ഈ കമ്മിറ്റി തയ്യാറായിരുന്നില്ല. ഈ കമ്മിറ്റിയല്ല ഇതുവരെ ഉണ്ടായിരുന്ന കമ്മിറ്റി. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ഓരോ വ്യക്തിയും എൻ്റെ കൂടെ നിന്നു. എനിക്ക് സംസാരിക്കാനുള്ള അവസരം അവർ ഉണ്ടാക്കി തന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് മുമ്പ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞത്, അതേ കാര്യങ്ങൾ തന്നെയാണ് അമ്മയിലും പറയാനുണ്ടായിരുന്നത്. വരവ് ചെലവ് കണക്കിലെ കൃത്യതക്കുറവ് ആദ്യം മുതൽ തന്നെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നതെല്ലാം ഞാൻ പറഞ്ഞു. അത് പറയാൻ പറ്റിയതിലുള്ള സമാധാനം എനിക്കുണ്ട്. കുറച്ചെങ്കിലും നീതി കിട്ടിയെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നുണ്ട്. ഒരു നീതിന്യായ വ്യവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവ തരണം ചെയ്ത് വേണം നീതി എനിക്ക് ലഭിക്കാൻ. അതിനുവേണ്ടി ഞാൻ ഇനിയും മുന്നോട്ട് പോകും. അതിൽ നിന്നും ഒരു തരി പോലും ഞാൻ ചലിക്കില്ല. പക്ഷേ ഇന്ന് ഇവിടെ നടന്നത് ചരിത്രപരമായ തീരുമാനങ്ങളായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടുന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്ന കമ്മിറ്റി വന്ന സമയത്ത് സംഘടനയിൽ നിന്നും പോയ അതിജീവിത ഉൾപ്പെടെ പോയ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. ഇനി വരാൻ പോകുന്ന കമ്മിറ്റിയോട് എൻ്റെ ആദ്യ അഭ്യർത്ഥന അതാണ്. ഇവിടുന്ന് പോയവരെ തിരിച്ചു വിളിക്കണം, ഒഫീഷ്യലി വിളിക്കണം. വരുന്നതും വരാത്തതും അവരുടെ ഇഷ്ടം. പക്ഷേ വിളിക്കുക എന്നത് അമ്മ എന്ന സംഘടനയുടെ നീതിപരമായ ന്യായപരമായ കാര്യമാണ്. അത് ചെയ്യണമെന്ന് എൻ്റെ അഭ്യർത്ഥന എന്നും അൻസിബ പറഞ്ഞു.